നേരത്തെ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളമുള്ള പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സെൻട്രൽ ഗവൺമെൻറ് അവരുടെ ഒരു രാഷ്ട്രീയ ഉപകരണമായി പല ഏജൻസികളെയും ഉപയോഗിക്കുന്നത് പോലെ ഇ ഡിയെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് CPIM മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം. പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെ കടന്നാക്രമിക്കാനും അവിടെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കാനും മുഖ്യമന്ത്രിമാരുൾപ്പെടെ ജയിലിലടക്കാനും എല്ലാമുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗമായിട്ടുള്ള CBI ആയാലും ED ആയാലും IT ആയാലും ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അത് സാധാരണ രീതിയിൽ ഭരണത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിലടക്കപ്പെട്ട തത്ത എന്ന രീതിയിലുള്ള അവരുടെ ഇച്ഛക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്ന ഒരു ഏജൻസി എന്ന നിലയിലാണ് അതിനെ വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ കുറച്ചായിട്ട് കോടതിക്കും ജനങ്ങൾക്കുമെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ CBIയുടെ ഉദ്യോഗസ്ഥന്മാരായാലും EDയുടെ ഉദ്യോഗസ്ഥന്മാരായാലും വലിയ സാമ്പത്തികമായ അഴിമതി, കോടിക്കണക്കിന് ഉറുപ്പിക അഴിമതി നടത്തുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഇപ്പോഴാണ് കേരളത്തിലും കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന EDയുടെ അന്വേഷണങ്ങളും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസും എല്ലാം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഉറുപ്പിക കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങൾ ഒറ്റ ഒരു സംഭവമല്ല, നിരവധി സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വാർത്തയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാരെല്ലാം വലിയ രീതിയിലുള്ള പണസമ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സംവിധാനത്തെ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേറൊരു ഭാഗത്ത് ഭരണകക്ഷിയായിട്ടുള്ള BJPയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധിയായ കേസുകൾ പൂർണ്ണമായി മുക്കി അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനവും നടത്തുകയാണ്. ഇത് രണ്ടും പരസ്പര പൂരകമായ രീതിയിലാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ളതെല്ലാം തേച്ച് മാച്ചു കളയുന്നതിന് വേണ്ടി ഭരണകക്ഷിക്ക് വേണ്ടി BJPക്ക് വേണ്ടി RSSന് വേണ്ടി നിലപാട് സ്വീകരിക്കുക, മറുഭാഗത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുക, ഒപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ കോടിക്കണക്കിന് ഉറുപ്പിക കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യാം. എല്ലാം കൂടി ജീർണമായ ഒരവസ്ഥയാണ് EDയുടെ ഭാഗമായിട്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് രാജ്യത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കൊച്ചി വാർത്ത. കേസിൽ പ്രതിയാക്കപ്പെടുന്ന അവസ്ഥ വരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തൃശ്ശൂരിൽ നടന്നത് അത് തന്നെയാണ്. കുഴൽപ്പണ കേസിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതി അതിശക്തിയായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ BJPയെയും RSSനെയും കോടിക്കണക്കിന് ഉറുപ്പിക കൈമാറ്റം ചെയ്യപ്പെട്ട പശ്ചാത്തലത്തെയും മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഇതേ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് നടത്തിയിരുന്നത്. അല്ല, വിജയിപ്പിക്കൽ മാത്രം പണം കൊടുത്തുകൊണ്ടാണല്ലോ വോട്ട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ചിത്രം. പാർട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന പരാതി എന്തെങ്കിലും അല്ല, പരാതി ഇപ്പോഴല്ലേ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വന്നുകൊണ്ടിരിക്കുന്ന പരാതി അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ.